ചായക്കുട്ടിയിൽ ഇനി മറ്റൊരു അതിഥി കൂടിയുണ്ട്, ഫോട്ടോഗ്രാഫറായ ശ്രീ ദത്തൻ പുനലൂർ. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിം കാണാം. ഇത് നേച്ചർ ഫോട്ടോഗ്രാഫർ ദത്തൻ പുനലൂർ. മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും ബിരുദം നേടി ഫോട്ടോലെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫോട്ടോഗ്രഫിയുടെ അടിസ്ഥാന പരിശീലനവും നേടിയ ദത്തൻ പുനലൂർ ആനുകാലികങ്ങളിൽ മുഖചിത്രങ്ങളും ഇലസ്ട്രേഷനുകളും കാർട്ടൂണുകളുമായി തൻ്റെ പ്രൊഫഷണൽ ജീവിതം തുടങ്ങി. മാതൃഭൂമി, കലാകൗമുദി, ജനയുഗം ഉൾപ്പെടെ മലയാളത്തിലെ ഏതാണ്ട് എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും മുഖചിത്രങ്ങൾ ദത്തൻ പുനലൂരിൻ്റേതായി വന്നിട്ടുണ്ട്. മിറർ, ഇലസ്ട്രേറ്റഡ് വീക്കലി എന്നിവയും തുടർച്ചയായി ദത്തൻ്റെ ഫോട്ടോഗ്രാഫുകൾ പ്രസിദ്ധീകരിച്ചു. നീലഗിരിയിലെ കൂനൂരിൽ സ്ഥിരതാമസമാക്കിയ ദത്തൻ്റെ ചിത്രങ്ങൾ തമിഴ് പ്രസിദ്ധീകരണങ്ങളായ ജൂനിയർ വികടൻ, കുമുദം, കുങ്കുമം, പുതിയ പാർവൈ എന്നിവയിലും പ്രസിദ്ധീകൃതമായി. ഫോട്ടോഗ്രഫിയിലെ സ്വന്തം പരീക്ഷണങ്ങളും അനുഭവസമ്പത്തും അടിസ്ഥാനമാക്കി നിരവധി ലേഖനങ്ങൾ എഴുതി. പോർട്രേറ്റ് ഫോട്ടോഗ്രഫിയിലും പാടവം തെളിയിച്ച ദത്തൻ ഗുരു നിത്യചൈതന്യയതിയുടെ ജീവിത മുഹൂർത്തങ്ങളിൽ നിന്ന് പകർത്തിയ ഫോട്ടോകൾ പുസ്തകരൂപത്തിൽ നിത്യദർശനം എന്ന പേരിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ, മദ്രാസ് വൈൽഡ് ലൈഫ്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ, ഊട്ടി ടൂറിസം വകുപ്പ് എന്നിവയുടെ പുരസ്കാരങ്ങൾ ദത്തന് ലഭിച്ചു. നീലഗിരിയിലെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള പ്രവാസി ഭൂഷൺ അവാർഡും ദത്തൻ കരസ്ഥമാക്കി. ഫോട്ടോ വൈഡ് മാഗസിൻ്റെ കറസ്പോണ്ടൻ്റായ ദത്തൻ പുനലൂർ ഇന്ത്യ ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രാഫിക് കൗൺസിൽ, നേച്ചർ ഫോട്ടോഗ്രാഫേഴ്സ് ക്ലബ് എന്നിവയുടെ സജീവ പ്രവർത്തകനാണ്. പ്രകൃതിയുടെ ജൈവ വൈവിധ്യമാണ് ദത്തൻ്റെ ചിത്രങ്ങളുടെ ലാളിത്യവും സൗന്ദര്യവും. ചായക്കുട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മോടൊപ്പം ഫോട്ടോഗ്രാഫറായ ശ്രീ ദത്തൻ പുനലൂർ. നമ്മളിപ്പോൾ കണ്ടു അദ്ദേഹത്തിൻ്റെ വർക്കുകൾ. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഒരു പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ചായക്കൂട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ, ചായക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കണ്ടു ഇതിൽ ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇമോഷൻസൊക്കെ പ്രകൃതിയിൽ നിന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത്ര അധികം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി എടുത്തത്? എങ്ങനെയാണ് അത് കിട്ടുന്നത്? അല്ല, ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വെറുതെ ഫോട്ടോ എടുക്കാറില്ല. സാധാരണ നമ്മൾ കാണാത്ത ചില കാഴ്ചകളെ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കുക. അതാണ്. കാരണം പ്രേക്ഷകനെ പിടിച്ചു നിർത്തണം. ഇപ്പോൾ നമ്മൾ ഒത്തിരി പാട്ടുകൾ കേൾക്കാറുണ്ട്, പക്ഷേ എല്ലാ പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തരുടെ ആപ്റ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും. പക്ഷേ ഈ സമൂഹം മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുണ്ടാകും ചിലപ്പോൾ. അത്തരം ചില പടങ്ങൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുക, അത് നമ്മൾ കണ്ടെത്തുകയല്ല, അത് സ്വാഭാവികമായിട്ട് എൻ്റെ അനുഭവത്തിൽ സംഭവിക്കുക. അപ്പോൾ ഒരു അനുഭവം പറയാമോ? എങ്ങനെയാണ് ഒരു ഞാൻ എനിക്ക് ഒത്തിരി യാദൃച്ഛികമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരു ഹോസ്പിറ്റൽ വരാന്തയിൽ കൂടെ വരുമ്പോൾ അപ്പോൾ ക്യാമറ കയ്യിലുണ്ടായിരുന്നു. അവിടെ കുറേ എന്തോ അഴുക്ക് പോലെ കിടന്ന് കുറേ അടുത്ത് ചെല്ലുമ്പോഴാണ് ബ്ലഡ് സ്റ്റെയിൻ വീണിട്ട് ഉണങ്ങി കട്ട പിടിച്ച് നോക്കിയപ്പോൾ അതൊരു ഇന്ദിരാഗാന്ധിയുടെ ഷേപ്പായിട്ട് തോന്നിയിരുന്നു. അതൊരു 6 വർഷം മുമ്പാണ്, 6-8 വർഷം മുമ്പാണ്. അപ്പോൾ അത് ഞാൻ എടുത്ത് കൊണ്ടുവന്ന് സ്ക്രീനിലിട്ട് കണ്ടപ്പം ശരിക്കും അതിൽ മറ്റ് ഇന്ദിരാഗാന്ധിയുടെ ഷേപ്പ്, ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ആരും കിട്ടിയിരുന്നു. പക്ഷേ പലരും അതിനെ പുറത്തൂടെ ചവിട്ടി പോയിട്ടുണ്ട്. കാരണം ആശുപത്രി വരാന്തയായിരുന്നു, അവർക്കിറങ്ങും തോന്നിയില്ല. അങ്ങനെ ഒരു കണ്ടെത്തൽ, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പല രീതിയിൽ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴാണ്, എൻ്റെ ഓഫീസിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം ഒരു സ്ത്രീ അവരുടെ ക്ലീനിങ് കഴിഞ്ഞിട്ട് അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു ഭിത്തിയുണ്ട്. അവരിങ്ങനെ തൂത്ത് വിട്ട് വെള്ളം തെറിച്ച് അപ്പുറത്ത് വീണിട്ടുണ്ട്. ഞാനിങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ഇമേജ് പോലെ തോന്നി. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പം ഒരു സ്ത്രീ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു പോകുന്നു. തലമുടിയുടെ ബാക്കും
സാരി പുതച്ചിരിക്കുന്നതും കുട്ടിയെ പിടിച്ചിരിക്കുന്നതും അത് അടിക്കുറിപ്പില്ലാതെ തന്നെ മനസ്സിലാകും. അതാണ് നമ്മുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അത് പിന്നെ കാത്തിരിപ്പെന്ന് പറഞ്ഞൊരു ടൈറ്റിൽ. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക് എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് എത്ര കാലമായി? ഇപ്പോൾ 40 വർഷത്തോളം. വലിയൊരു കാലഘട്ടമാണ്. അതായത് തുടങ്ങിയ സമയത്തുള്ളൊരു അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഈ ഫോട്ടോഗ്രാഫിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. പണ്ട് മുതൽ 40 വർഷം മുമ്പ് വളരെ ചെറുപ്പത്തിൽ തന്നെ. അച്ഛന് ചെറിയ കലാവാസനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെല്ലാം കൂടെ തീരുമാനിച്ചത് ഞാനൊരു ഹോമിയോ ഡോക്ടറാക്കണമെന്നായിരുന്നു എന്നെ. അപ്പോൾ എനിക്ക് ഈ കലാപരമായിട്ടുള്ള ഇത് കാരണം ഞാൻ പറഞ്ഞു ഞാൻ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പോകാം, എനിക്ക് പെയിൻറ്റിങ്ങും അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ പേരൻസ് അതിന് സമ്മതിച്ചു. ഞാൻ അങ്ങനെ പോയി. അവിടുന്ന് പിന്നെ സ്കോളർഷിപ്പോട് കൂടിയിട്ട് പിന്നെ കോഴ്സ് പൂർത്തിയാക്കി വെളിയിൽ വന്ന്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അച്ഛന് പിന്നെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ തിയേറ്ററിലെ ചെറിയ ഫിലിമുകളില്ലേ, അതായത് പോസിറ്റീവ് നമുക്ക് ഫോട്ടോ ആയിട്ട് തന്നെ കാണാവുന്ന, അത് കൊണ്ടുപോയി ഈ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഈ രൂപം എങ്ങനെ ഉൾപ്പെടുത്തി, അതിൻ്റെ അന്വേഷണമാണ് ഫോട്ടോഗ്രാഫിയിലോട്ട് ഞാൻ വന്നു കയറി. അതെങ്ങനെ അതിൽ പതിയുന്നു എന്നുള്ളത് അതാ ഞാനത് കണ്ടുപിടിക്കാൻ ഫോളോ ചെയ്യാൻ കാരണം. ഫോട്ടോഗ്രാഫിയുടെ അടിസ്ഥാനം എന്താണ്? ഫോട്ടോഗ്രാഫിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ വിഷ്വലൈസേഷൻ. നമ്മൾ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ആദ്യം പിൻഹോൾ ക്യാമറ ലൈറ്റിനെ നമ്മൾ പതിപ്പിച്ചെടുക്കുകയായിരുന്നു ആദ്യത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അന്ന് ക്യാമറ ഒബ്സ്ക്യൂറ എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. പിൻഹോൾ ക്യാമറയുടെ പുറകു വശത്ത് ഓയിൽ പേപ്പർ വെച്ചിട്ട് ആ ഓയിൽ പേപ്പറിൽ പതിയുന്ന രൂപം പെയിൻറ്റ് ചെയ്തെടുക്കുകയായിരുന്നു ആദ്യത്തെ സിസ്റ്റം. അത് കഴിഞ്ഞപ്പോൾ അതിൽ കെമിക്കലായി കഴിഞ്ഞപ്പോൾ ലെൻസ് കണ്ടുപിടിച്ചപ്പം ഇതിലുള്ള ഇമേജുകൾ ഷാർപ്പാക്കി കിട്ടാൻ ഇത് ഒത്തിരി വർഷങ്ങൾ പല ആൾക്കാർ. അപ്പോൾ ഇത് സ്ഥിരമാക്കി കിട്ടാനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അത് ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ പുള്ളി ഈ പിന്നെ വെള്ളിയുടെ ലവണങ്ങൾ ഒരു ദിവസം വെളി വെച്ചിട്ട് എവിടെയോ പോയിട്ട് വരുമ്പോൾ സൂര്യപ്രകാശം പതിച്ച സ്ഥലത്ത് അത്രയും കളർ വ്യത്യാസം വന്നിരുന്നു. അത് ഫോട്ടോഗ്രാഫിയിലെ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം. ഫിലിം ഉണ്ടാകുന്നതിന് മുമ്പത്തെ കാര്യമാണ്. അപ്പോൾ അത് ഈ കെമിക്കൽ ഈ ഒരു പ്ലേറ്റിൽ തേച്ച് വെച്ചിട്ട് അത് പരീക്ഷണം നടത്തി. ഈ പിൻഹോൾ ക്യാമറ പോലുള്ള ക്യാമറയുടെ പുറകുവശത്ത് വെച്ചിട്ട് അപ്പോൾ അതിൽ ഇമേജ് പതിയാൻ തുടങ്ങി. അങ്ങനെ ഇമേജ് സ്ഥിരമാക്കി കിട്ടി. പിന്നെ അതിൽ നിന്ന് കോപ്പി എടുക്കാനുള്ളത് പിന്നെ അങ്ങനെ ചെയ്ത് ഡെവലപ്പ് ചെയ്തു. ഡിജിറ്റൽ യുഗത്തിലെത്തി. കാരണം ആദ്യം വെറ്റ് കൊളോഡിൻ പ്രോസസ്സായിരുന്നു, അത് നനച്ച കെമിക്കൽസ് ആയിരുന്നു. പിന്നെ ഇരുമ്പിന് ഈ ലെഡായിരുന്നു അതിൽ ചെയ്തിരുന്നു. ലെഡിൻ്റെ പുറത്ത് അത് ഉടയുമെന്ന് അത് മാറുമെന്ന് പറഞ്ഞ് ഗ്ലാസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഗ്ലാസ് താഴെ വീണുടയാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിലിം ഈ കഴിഞ്ഞ വരെ ഉണ്ടായിരുന്ന ഫിലിം സെല്ലുലോയിഡ് അസറ്റേറ്റ് എന്ന് പറയുന്ന സാധനം അതിൽ കോട്ട് ചെയ്തിട്ട് അത് കുറെ കൂടെ. അപ്പോൾ ഈ പണ്ടത്തെ ഫോട്ടോഗ്രാഫി നടത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കറുത്ത തുണി കൊണ്ടൊക്കെ മൂടിയിട്ടൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പം ആ ഒരു ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കി കിട്ടി. അല്ല, അതെന്താണെന്ന് പറഞ്ഞാൽ അന്ന് ഉപയോഗിച്ചിരുന്ന ഈ ഫിലിമായാലും അതിന് പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പേപ്പറാണെങ്കിലും ലൈറ്റിന് സെൻസിറ്റീവാണ്. അന്ന് ഈ ഡാർക്ക് റൂം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇന്ന് അതില്ല, ഇതിൻ്റെ ആവശ്യമില്ല. ഇന്നിപ്പോൾ ഡിജിറ്റൽ വന്നപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ ലൈറ്റ് ഒട്ടും കയറാൻ പാടില്ല. ഫിലിം കൈകാര്യം ചെയ്യുമ്പോഴും ഈ തലമുറയിൽ കൂടെ ഇട്ട് മൂടുമ്പോഴുമൊക്കെ അതിലൊട്ടും ലൈറ്റ് കയറാതിരിക്കാനാണ് ഇത് കവർ ചെയ്യുന്നത്. അതിപ്പോൾ ഡാർക്ക് റൂമിലാന്ന് ആ പ്രശ്നം വരുന്നില്ല. വെളിയിൽ കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം ആവശ്യമായിട്ട് വരുന്നു. ഇപ്പോൾ നമ്മളുടെ ഡിജിറ്റലിലോട്ട് മാറി. ഡിജിറ്റൽ മാറിക്കഴിഞ്ഞപ്പോൾ ഇത് കുറേ കൂടെ ജനകീയമാക്കി. അത് കുറേ ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം എക്സ്പെർട്ടായ ഒരു ഫോട്ടോഗ്രാഫർക്ക് മാത്രമേ ഈ കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ഈ 40 വർഷം ഫോട്ടോഗ്രാഫറായിരുന്നു, അതൊരു ചെറിയ കാലയളവല്ല. അല്ല, അപ്പോൾ ഈ 40 വർഷം ഫോട്ടോഗ്രാഫറായിരുന്ന ഒരാളുടെ ആ സമയത്ത് ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സിനെയും ഇപ്പോഴത്തെ പുതുതലമുറയിലെ ഫോട്ടോഗ്രാഫേഴ്സിനെയും കാണുന്ന സമയത്ത് എന്താണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുള്ളത്?
ഇന്ന് വളരെ നമ്മുടെ സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമാകുന്നെന്ന് പറയുന്ന പോലുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഈ ഡാർക്കിന് അകത്തുനിന്ന് ഇത് വെളിയിൽ വരുമെന്നും ജനം ഇത് ഒരു ജനകീയ കലയായിട്ട് മാറുമെന്നും വിചാരിച്ച എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ ഒരു ഏറ്റവും കുറഞ്ഞൊരു 10 വർഷം തന്നെ ആയി കാണത്തില്ല. അതിന് മുമ്പ് വരെ ഇതെല്ലാം ഡാർക്ക് റൂമിനുള്ളിൽ ഒതുങ്ങിയിരുന്നതാണ്. അപ്പോൾ പുതിയ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ എന്ന് പറയുന്ന സിസ്റ്റം വന്നതോടുകൂടി എല്ലാം ഡിജിറ്റലൈസായി. ഡിജിറ്റൽ എന്ന് പറയുന്നതിന് വേറെ ഒരു കാര്യമുണ്ട്. ഡിജിറ്റൽ മീൻസ് ഫോട്ടോഗ്രാഫി അതുവരെ ഉണ്ടായിരുന്നത് കെമിക്കലുകളുടെയും കെമിക്കൽ പ്രോസസ്സും ആയിരുന്നു. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ പേര് പോലെ തന്നെ ഡിജിറ്റ് നമ്പറില്ലേ, 1 2 3 എന്ന് പറയുന്നത് നമ്മുടെ ഡെസിമൽ അക്കങ്ങൾ. അതല്ല, ഇതിനകത്ത് ബൈനറി നമ്പേഴ്സാണ്. ഇതിനകത്ത് 0 ഉം 1 ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു കമ്പ്യൂട്ടർ അത് പ്രിൻ്റ് എടുക്കുക. അതിപ്പം അത് സെൽഫോണിലുണ്ട്, പിന്നെ ചെറിയ ക്യാമറകളുണ്ട്, പിന്നെ ഒരുപാട് ഉപകരണങ്ങളിൽ കൂടെ എടുക്കാവുന്നുള്ള സിസ്റ്റം വന്നു. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതെടുക്കാം. അപ്പം അത് മാത്രമല്ല, വിഷ്വൽ മീഡിയയുടെ മീൻസ് ഈ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകൾ വന്നതോടുകൂടി അത് കൂടുതൽ വിപുലമായി. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എടുക്കാം, പടമെടുത്ത് വളരെ അത് പോസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മൊബൈൽ ക്യാമറകളുടെ ഒരു യുഗമാണ് അല്ലേ? അപ്പോൾ ഏതൊരാൾക്ക്, ഏതൊരു സാധാരണക്കാരനും കയ്യിലൊരു നല്ല ക്വാളിറ്റി മൊബൈൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോട്ടോസൊക്കെ അതിലൂടെ എടുക്കാമെന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു വെല്ലുവിളിയാണോ? അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന ഒരു ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പറ്റിയാണ്, എവിടെ പോലും വാച്ച് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പം അതിനെ എങ്ങനെയാണ് ഈ ഒരു വെല്ലുവിളി എങ്ങനെയാണ് നേരിടുന്നത്? അതെന്ന് പറഞ്ഞാലേ ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷൻ അല്ല, ഇപ്പോഴത്തെ ആൾക്കാരുടെ ട്രെൻഡ് വളരെ ഫാസ്റ്റാണ്. ജീവിതശൈലി തന്നെ വളരെ ഫാസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണം. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്താൽ ഉടനെ തന്നെ അത് ഫേസ്ബുക്കിൽ വരണം, ഫേസ്ബുക്കിലോട്ട് പോസ്റ്റ് ചെയ്ത്. അപ്പോൾ ഒരാളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 10 സെക്കൻഡിനുള്ളിൽ 1000 അല്ലെങ്കിൽ 100 കണക്കിന് ഫോട്ടോകൾ അതിൻ്റെ പുറകെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പഴയതായി കഴിഞ്ഞു. പണ്ട് അങ്ങനെയല്ല. നമ്മളൊരു പുസ്തകം അല്ലെങ്കിൽ ഒരു ചിത്രം കാണുന്ന, ഇപ്പോൾ ഗോർണിക്കോ എന്ന് പറയുന്ന ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ മോണോലിസ, ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശാലമായിട്ട് എല്ലാ ഫീൽഡിലും അതിൻ്റെ കടന്നുകയറ്റമുണ്ട്. ഇപ്പോൾ സാഹിത്യ ലോകത്തിലാണെങ്കിൽ പിന്നെ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എത്ര നാൾ ചർച്ച ചെയ്യപ്പെട്ട് അല്ലേ? അതേപോലെ പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായം, മറ്റേ ഇവരുടെ പഥേർ പാഞ്ചാലി, ചോംനാദുടി, ഇതൊക്കെ വളരെ വർഷങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട. പക്ഷേ ഇന്നതൊന്നുമല്ല. ഇപ്പോൾ എല്ലാവർക്കും വളരെ വേഗം പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഇത് പോകാനുള്ളൊരു പ്രവണതയുണ്ട്. അപ്പോൾ ഒരാൾ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിനും വ്യത്യാസമുണ്ട്. എല്ലാവർക്കും അക്ഷരമാല അറിയാവുന്നവരെല്ലാം എഴുത്തുകാരാകുന്നില്ല. അതാണ് ചോദിച്ചതിൻ്റെ മറുപടി. അപ്പോൾ സാറിൻ്റെ ഒരു ലൈഫിൽ ഇപ്പോൾ ഗട്ടി ഇമേജസിലൊക്കെ സാറിൻ്റെ പടങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണെന്നൊന്ന് പറയാമോ? എങ്ങനെയാണ് അത് എന്ന് പറഞ്ഞാൽ ഗട്ടി ഇമേജസ് എന്ന് വെച്ചാൽ ലോകോത്തരമായിട്ടുള്ള നമ്മുടെ മീഡിയകൾക്കും എല്ലാത്തരം മീഡിയകൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഫോട്ടോ സ്റ്റോക്ക് ഏജൻസിയാണ് ഗട്ടി ഇമേജസ് എന്ന് പറയുന്നത്. നമ്മുടെ പത്രങ്ങൾക്കായാലും മറ്റ് സോഷ്യൽ മീഡിയകൾക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട്. പക്ഷെ അവർക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള അവർക്ക് ക്രൈറ്റീരിയ ഉണ്ട്. കൃത്യമായ ക്യാമറ ഇന്ന ക്യാമറയിൽ ഉപയോഗിക്കണം, പടത്തിൻ്റെ റെസല്യൂഷൻ ഇന്നതായിരിക്കണം, ഇത്ര സൈസിലെടുത്താൽ ഇതിൽ പിക്സലേഷൻ വരാൻ പാടില്ല, ഇങ്ങനെയുള്ള അത് മാത്രമേ അവർ സ്വീകരിക്കത്തുള്ളൂ. എൻ്റെ ഒരുപാട് പടങ്ങൾ അവർ വാങ്ങിയിട്ടുണ്ട്. അവരുടെ സൈറ്റിൽ എനിക്കൊരു പേജുണ്ട്. അങ്ങനെ ചെയ്ത്, കാരണം നാഷണൽ ജിയോഗ്രഫിയിൽ എൻ്റെ പടങ്ങൾ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്, വരാറുണ്ട്. പിന്നെ പല ഇതുപോലുള്ള പല സംഗതികളിലും വരാറുണ്ട്. അപ്പോൾ ഗട്ടി ഇമേജ് എനിക്കതൊരു സോഴ്സായി കിട്ടി. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി ഒരു ക്യാമറ എന്താണ്? ഇപ്പോൾ ഇതൊരു SLR ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു SLR ക്യാമറ എങ്ങനെയാണ്? അതിൻ്റെ ലെൻസ് എന്താണ്? അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ
ഒന്ന് സംസാരിക്കാം. പിന്നെ ബേസിക് മീൻസ് ക്യാമറയെ കുറിച്ച് അറിയേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന്. കാരണം 3 തരത്തിലുള്ള കസ്റ്റമേഴ്സാണ് സാധാരണക്കാരെ സംബന്ധിച്ച്. അവർ പറയുന്നു ഒന്ന് മിഡിൽ ക്ലാസ്, അവരുടെ ബഡ്ജറ്റ് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലുള്ളതായിരിക്കും ആദ്യത്തെ ക്ലാസ്, അവർക്ക് ചെറുതായിട്ട് എടുത്താൽ മതി. കുറേ കൂടെ ഒരു എൻട്രി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു അമച്ചർ ടു പ്രൊഫഷണൽ, അതിനിടയ്ക്കുള്ള, പിന്നെ പ്രൊഫഷണൽ, ഇങ്ങനെ 3 സെറ്റ്. അതിൽ തന്നെ 3 ഏകദേശം അമച്വർ ആണ് എന്നാൽ പ്രൊഫഷണൽ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു അങ്ങനെയുള്ള ബേസിക്, അതായത് ഇപ്പോൾ സാധാരണ ഒരാൾ കാണുന്ന സമയത്തുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതൊന്ന് ഈ ക്യാമറ വെച്ചിട്ട്. ഈ ഇതെന്ന് പറഞ്ഞാൽ ഇത് SLR ക്യാമറയാണ്. SLR ക്യാമറ എന്ന് വെച്ചാൽ സിംഗിൾ ലെൻസ് റിഫ്ലക്ടർ. ഈ നോക്കുന്നതിൽ കൂടെ തന്നെ വ്യൂ ഫൈൻഡറിലേക്ക് നമുക്ക് കാണാം, മനസ്സിലായില്ലേ? ഈ ഇതിൽ കൂടെ തന്നെ നോക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിലെടുക്കാം. SLR എന്ന് പറയുന്നത് സിംഗിൾ ലെൻസ് റിഫ്ലക്ടർ. ഇത്തരം ക്യാമറകൾക്ക് മാത്രം ഇൻ്റർചേഞ്ചബിൾ ലെൻസാണ്. സപ്പോസ് ഇത് നമുക്ക് ഊരിയെടുത്തിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. വേറെ ഇതിനേക്കാൾ വലിയ ലെൻസ് ഉണ്ടെങ്കിൽ ആ ലെൻസ് ഫിറ്റ് ചെയ്യാം, ഇത് നമുക്കിഷ്ടമുള്ള. പക്ഷേ സാധാരണ ക്യാമറ, സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരം ക്യാമറ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ എൻട്രി ലെവലിൽ വില കുറഞ്ഞ ക്യാമറകളുണ്ട്. ബോഡി ഒരു വിധത്തിൽ ഇങ്ങനെയുള്ളതും ബാക്കി ലെൻസുകൾ സൗകര്യം പോലെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ പലർക്കും വർക്കിംഗ് എങ്ങനെയാണ്? വർക്കിംഗ് മീൻസ് നമ്മൾ ഇപ്പോൾ വരുന്ന എല്ലാ ക്യാമറകൾക്കകത്തും ക്യാമറ തനിയെ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ മാൻ ബിഹൈൻഡ് ദ മെഷീൻ എന്നായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഹിമ ചോദിച്ച പോലെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മെഷീൻ ബിഹൈൻഡ് ദ മാൻ മീൻസ് നമ്മൾ പണ്ടത്തെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ആ പടത്തിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുക, ഇതിനെ വെരിഫൈ ചെയ്യുക. ഇപ്പോഴുള്ള ആൾക്കാർ ചോദിക്കുന്നത്, നമ്മളുടെ ഒരു നല്ല പടം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, സാർ ഇതേത് ക്യാമറയിലെടുത്താ എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് മീൻസ് കലാകാരനല്ല അതിൻ്റെ മെറിറ്റ്. അത് വന്നിട്ട് ഇതെടുത്ത ക്യാമറയ്ക്ക് ഏത് ക്യാമറയിലെടുത്തു, എത്ര മെഗാ പിക്സൽ ക്യാമറയിലാണ് താങ്കൾ എടുത്തത് എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് വെരിഫിക്കേഷൻ വരുന്നത്. ലെൻസിനെ കുറിച്ചൊന്ന് സംസാരിക്കാമോ? ലെൻസുകളെ കുറിച്ചൊന്ന് സംസാരിക്കാമോ? ലെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ കവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിക്കുക. ഈ SLR ക്യാമറയിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള അറ്റാച്ച് ചെയ്യാൻ പറ്റൂ. അപ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്നത് ഒന്നിൽ എയിം ആൻഡ് ഷൂട്ട് ആയിരിക്കും. എയിം ആൻഡ് ഷൂട്ട് അല്ലെങ്കിൽ എയിം ആൻഡ് ഷൂട്ട് ഫോക്കസ് ചെയ്യുക. അതിനിടയ്ക്ക് ഒരു ക്യാമറ ഉണ്ട്. ഇതിനും എയിം ആൻഡ് ഷൂട്ടിനും ഇടയ്ക്ക് വേറൊരു ക്യാമറ ഉള്ളത് പെർസ്യൂമർ എന്ന് പറയും. പെർസ്യൂമർ ക്യാമറ ഈ ലെൻസ് ഊരാൻ പറ്റില്ല, ഇത് തന്നെ ഫോക്കസായി എടുക്കുകയും ചെയ്യാം. എയിം ആൻഡ് ഷൂട്ടും വളരെ സ്ലിം ആയിരിക്കും. 2 രീതിയിലുണ്ട്. ഒന്ന് പോക്കറ്റിൽ കൊണ്ടു നടക്കാം, വളരെ അത്യാവശ്യത്തിന് എടുത്ത് വേഗം ഉപയോഗിക്കാം, അങ്ങനെയുള്ള. പിന്നെ വലിയ ഇതിൽ ഉള്ളത് നമുക്ക് അറ്റാച്ച് വൈഡ് ആംഗിൾ ആണെങ്കിൽ വൈഡ് ആംഗിൾ ലെൻസ്. ഒരുപാട് ലെൻസുകളുണ്ട്. മാക്രോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. മാക്രോ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് പോയി എടുക്കത്തക്കത്, വല്ല ഓപ്പറേഷൻ്റെയോ വളരെ ചെറിയ എടുക്കത്തക്കത്. പിന്നെ സൂം ലെൻസുകൾ, ടെലി ലെൻസുകൾ, പിന്നെ കുറേ കൂടെ വളരെ വിശാലമായിട്ടുള്ളത്, അതായത് നമുക്ക് ഇൻഫ്രാറെഡ് ഫോട്ടോ എടുക്കണമെങ്കിൽ അത് ഇത്തരം ക്യാമറയല്ല, വേറെ ക്യാമറയിൽ ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പല ഉപയോഗങ്ങൾക്ക് പല ലെൻസാണ്. അപ്പോൾ ഈ ക്യാമറയുടെ ഇനിയുള്ള ക്യാമറകൾ, നെക്സ്റ്റ് ജനറേഷൻ ക്യാമറകളെ കുറിച്ച് എന്താണ്, എങ്ങനെയാണ് ഇനിയൊരു നെക്സ്റ്റ് ജനറേഷൻ ക്യാമറകളെ നോക്കിക്കാണും? ഇത്ര നാൾ ക്യാമറകൾ ഉണ്ടായിരുന്ന ഉപയോഗിച്ച ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കണം? അല്ല, ഈ ഡിജിറ്റൽ വന്നതിന് ശേഷം ഇത് വളരെ കുറെ കൂടെ സൗകര്യപ്രദമായി മറ്റേ ചെയ്യത്തക്ക രീതിയിൽ. അപ്പോൾ ഇനി ഡിജിറ്റൽ ഡെവലപ്പ് ചെയ്ത് കൂടുതലാകുകയല്ലാതെ, കാരണം ഇനി കുറെ കൂടെ സ്പീഡിലാകും. ഇപ്പോൾ ഇടയ്ക്ക് കുറേ നാളത്തേക്ക് നമ്മുടെ ഷട്ടർ ലാഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു പടം എടുത്തു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് പിന്നെ അത് സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന സമയം കാരണം കുറേ ലാഗ് വരും. അത് ഡെവലപ്പ് ചെയ്ത് വളരെ സ്പീഡിലാക്കുക. ഒരു ഫ്രെയിം 10 ഫ്രെയിം പെർ സെക്കൻഡ് എടുക്കത്തക്ക രീതിയിലാക്കി എടുക്കാം. അങ്ങനെയുള്ള പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇനിയൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലാതെ വേറെ
ആ എല്ലാത്തരം ഫോട്ടോഗ്രാഫിയും ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. കാരണം ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോഗ്രാഫർ ഒരു ഓൾറൗണ്ടർ ആയിരിക്കണം. ഓൾറൗണ്ടർ എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ്, അല്ലെങ്കിൽ കല്യാണം പോലുള്ള ഫങ്ഷൻ, വേറെ ചില ഫങ്ഷനുകൾ, അല്ലെങ്കിൽ മാക്രോ ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫി പല ഗ്രൂപ്പുകളുണ്ട്. മോഡലിംഗ് ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട്. മെഡിക്കൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ വേറൊരു സെക്ഷനുണ്ട്. അതായത് ഹോസ്പിറ്റലിനകത്ത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഈ ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ ഫോട്ടോ എടുക്കുന്ന മെഡിക്കൽ ഫോട്ടോഗ്രാഫി എന്ന് പറയും. മെഡിക്കൽ ഫോട്ടോഗ്രാഫിയിൽ പെടുന്നതാണോ ഇപ്പോൾ ഈ ശരീരത്തിന്റെ ഉൾഭാഗം മെഡിക്കൽ എടുക്കുന്നത്? മെഡിക്കൽ ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോഗ്രാഫേഴ്സാണോ അല്ലെങ്കിൽ അത് ഡോക്ടേഴ്സ് ചെയ്യും. പല രീതിയിലുള്ള ഉപകരണങ്ങളുണ്ട് ഇപ്പോൾ സൗകര്യപ്രദമായിട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ളത് ഇപ്പോൾ ഹോസ്പിറ്റൽ ഇപ്പോൾ അനസ്തേഷ്യ കൊടുത്തിട്ട് ഡോക്ടർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകും. അങ്ങനെയുള്ളതാണ് മെഡിക്കൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. പിന്നെ ലെസ് ലൈറ്റ് ഫോട്ടോഗ്രാഫി, ലൈറ്റ് കുറഞ്ഞ ലൈറ്റിൽ പടം എടുക്കുക. ഇങ്ങനെയുള്ള പല സിസ്റ്റങ്ങളുണ്ട്. വൈൽഡ് ലൈഫ്, പിന്നെ ലാൻഡ്സ്കേപ്പ് എടുക്കുന്നതിന് ഏരിയൽ ഫോട്ടോഗ്രാഫി, മുകളിൽ പോയി നിന്നിട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് താഴോട്ട് എടുക്കുക. പിന്നെ വൈഡ് ആംഗിൾ ലെൻസിലെ ഫിഷ് ഐ ലെൻസ്, അതായത് കർവ് വരത്തക്ക രീതിയിൽ. ഗോപ്രോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്യാമറ ഉണ്ടല്ലോ, എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ട് നടക്കാവുന്ന. അതിലൊക്കെ ഒരു വിഷ്വൽ സെൻസിലൊക്കെ വേറെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു അതുപോലുള്ള ക്യാമറകളൊക്കെ. അതുപോലുള്ള ഈ കാരണം ഫോട്ടോഗ്രാഫിയുടെ പുരോഗമനത്തിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ക്രില്യൻ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിനും പുറകിലൊരു ഓറയുണ്ട് പോലും, ഒരു പ്രഭാവലയം. അത് നമുക്ക് എടുക്കത്തക്ക സിസ്റ്റം കണ്ടുപിടിച്ചിരിക്കുന്നത് ചൈനയിൽ സാർവത്രികമായിട്ടുണ്ടെന്നാണ്. അതിന്റെ ഫോട്ടോസൊക്കെ നമ്മൾ കാണാം. അത്തരം അങ്ങനെയുണ്ട്. അതുപോലെ പുതിയ പുതിയ ഡെവലപ്മെന്റ് ഫോട്ടോഗ്രാഫി വന്നിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് വൈൽഡ് ലൈഫാണോ? അല്ല, ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാ തരത്തിലും കുറേ അധികം പടങ്ങൾ എടുത്തിട്ടുണ്ട്. പബ്ലിക് ആയത് കൂടുതൽ വൈൽഡ് ലൈഫ്. വൈൽഡ് ലൈഫും പിന്നെ ഈ അസാധാരണത്വമുള്ള കുറേ പടങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇന്ദിരാഗാന്ധിയെ പോലെ പിന്നെ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഒരു ആശയം നമ്മളത് കാണുന്ന സമയത്ത് അത്രയും അത് ആശയം ഫീൽ ചെയ്യുന്ന. തീർച്ചയായിട്ടും അത് അങ്ങനെ പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നതിനാണ് എന്നും വാല്യൂ ഉള്ളത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റഡ് ആണ്. മറ്റേതിന് ക്രിയേറ്റിവിറ്റി കുറവാണ്. സാധാരണ രണ്ട് സൈഡ് ലൈറ്റ് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ക്ലിക്ക് ചെയ്യുക മാത്രമല്ല. മറ്റേതങ്ങനെയല്ല, കുറേ കൂടെ ആർട്ട് വാല്യൂ ഉള്ള പടങ്ങളായിരിക്കും അതിൻ്റെ സൃഷ്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ് ചെയ്യാൻ? ഇതുപോലുള്ള കാര്യങ്ങളാണ്, ആരും ചെയ്യാത്ത കാര്യങ്ങൾ. പക്ഷെ അതിനായിട്ട് നടക്കുകയല്ല. അത്തരം ഒത്തിരി സംഭവങ്ങൾ എനിക്ക് എൻ്റെ കണ്ണിൽ തന്നെ വന്നു പെടാറുണ്ട്. ഈ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഫോട്ടോഗ്രാഫർക്ക് ഫോട്ടോ എടുക്കാൻ മാത്രമല്ല, കുറേ ഭാഗ്യം കൂടെ വേണം. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നന്നായിട്ടൊരു സീൻ കണ്ടെങ്കിലും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് ഇല്ലാതെ പോയെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ലാതെ പോകുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മറഞ്ഞാൽ മതി, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ് ഇത് നടക്കുന്നത്. അങ്ങനെ അത്തരം പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ് ക്രിയേറ്റിവിറ്റി ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു ചോദ്യം, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രെയിം വെച്ചിട്ട് എടുക്കാൻ പറ്റാതായി പോയിട്ടുണ്ടോ? എടുക്കാൻ പറ്റാതായിട്ട് അങ്ങനെ വിഷമിച്ചിട്ടുള്ള ഒരു സന്ദർഭമുണ്ടോ? അതായത് ഒരു ഈ ഫോട്ടോ നഷ്ടപ്പെട്ടു പോയല്ലോ. അത്തരം ഒത്തിരി സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം മുമ്പൊരിക്കൽ ഞാൻ ഒരാൾ കിടക്കുന്ന ഒരു ഫോട്ടോ, അയാളുടെ പുറത്ത് പട്ടി കയറി നാക്കുന്നു. കാരണം ഇയാൾ മദ്യപിച്ചിട്ട് ഇതെല്ലാം ഒഴുകി ഇങ്ങനെ കിടക്കുക. അതിൻ്റെ പുറത്തൊരു പട്ടി കയറി നിന്ന്. അപ്പോൾ ക്യാമറ ഇല്ല, ഞാൻ വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അതെടുക്കാൻ പറ്റില്ല. അതൊരു എടുത്തിരുന്നെങ്കിൽ അത് വളരെ വളരെ നല്ലൊരു പടമായിരുന്നു. അങ്ങനെ. ഓക്കെ, അപ്പോൾ ക്യാമറ എപ്പോഴും സന്തോഷ സഹചാരിയാണ്. മിക്കവാറും സമയങ്ങളിൽ ഇത് കൂടെ കൊണ്ട് നടക്കും. ഓക്കെ, അപ്പോൾ പണ്ട് ഒരു 40 വർഷം മുമ്പുള്ള ഒരു ക്യാമറ ക്യാരി ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു ക്യാമറ കൊണ്ടുനടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. രണ്ടും തമ്മിലുള്ള
അല്ല, രണ്ടും ഏതാണ്ട് ഒരുപോലെ ഉള്ളു. വില കൂടിയ ക്യാമറകൾക്ക് അന്നും ഇന്നും ഭാരം ഒരുപോലെയാണ്. പിന്നെ ലെൻസുകളും അതുപോലെ തന്നെ. മറ്റത് കുറെ കൂടെ ഫിലിമും കൂടെ എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനെ സംബന്ധിച്ച് അതില്ല. ഫിലിമിന് പകരം ഫിലിം നമ്മൾ ഓരോ പ്രാവശ്യവും മാറ്റണം. പക്ഷേ ഈ ഡിജിറ്റൽ ക്യാമറയെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ ക്യാമറ എന്ന സെൻസറാണ് ഫിലിമിന് പകരമുള്ളത്. ആ സെൻസർ നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അത് പാർട്ട് ഓഫ് ക്യാമറയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാരണം ഇതിപ്പോൾ കുറെ കൂടെ എളുപ്പമായി, നമ്മുടെ പ്രോസസ്സിങ് സിസ്റ്റം കുറെ കൂടെ എളുപ്പമായി. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിയിലുള്ള നെക്സ്റ്റ് ഒരു സ്വപ്നം എന്താണ്? ഫോട്ടോഗ്രാഫി കാരണം ഇത്രയും നാൾ നമുക്കത് പറ്റാതെ വന്നായിരുന്നു. കാരണം ഈ ഡാർക്ക് ഭൂമിയിൽ നിന്നൊരു മോചനം അത് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഫോട്ടോ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ കാണുന്ന രീതിയിൽ അതാണ് വരാൻ ചാൻസ് ഉള്ളത്. കാരണം ഇതൊരിക്കൽ പോലും സംഭവിക്കാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ വന്നത്. ഇപ്പോൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കണക്ക് കൂട്ടുമ്പോഴേ ഗുണനപ്പട്ടികയും സങ്കലനപ്പട്ടികയൊക്കെ പഠിച്ച് വളരെ കഷ്ടപ്പെട്ട് കണക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കാൽക്കുലേറ്റർ കിട്ടിയാലുള്ള സുഖമില്ലേ, അതാണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇനിയും ഡിജിറ്റൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി അതിൻ്റെ ഒരു വലിയ തലങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ. ഇനിയും നല്ല നല്ല ഫ്രെയിമുകളും കിട്ടട്ടെ, ആകസ്മികമായ ദൃശ്യങ്ങളും കണ്ണിൻ്റെ മുന്നിൽ വന്നു വരട്ടെ. എന്നാലും ചായക്കൂട്ടിലേക്ക് വന്നതിന് നന്ദി. ഇന്നത്തെ ചായക്കൂട്ട് ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു ദിവസം മറ്റൊരു അതിഥിയുമായി കാണാം. നമസ്കാരം.